കേരള എല്ലാ ആൾക്കാർക്കും നമുക്ക് പ്രാർത്ഥನೆ പണ്ണുമല്ല ബ്രാഹ്മി ಕಾರ್ತಿಕ್ ನಲ್ಲಾಯಿಟ್ಟಂದು ಅವರು ಎಲ್ಲರಿಗೂ ಅಪ್ಪ ಪುಲಮಂದೋಲ್ ಹಾಸ್ಪಿಟಲ್ ಡಾಕ್ಟರ್ಸ್ക്ക് എല്ലാവർക്കും നന്ദി പണ്ട്രി. ഫ്രണ്ട്സേ ബുള്ളറ്റുമാനുമാണ്, മാൽപ്പയിലാണ് കേട്ടോ. മാൽപ്പേൻ്റെ വൈഫാണ്. വീട്ടിൽ മാൽപ്പയില്ല. എല്ലാവർക്കും അറിയാം, ജൂലൈ 16 ഒരു വർഷം തികയാണ്. 11ഓളം ജീവനുകൾ നഷ്ടപ്പെട്ട, കേരളത്തിൽ നമ്മുടെ സഹോദരൻ നഷ്ടപ്പെട്ട ആ ഒരു ദിവസം. മാൽപ്പേൻ്റെ കുട്ടികളെ എല്ലാവരും ചോദിച്ചിരുന്നു. കേരളത്തിലേക്ക് വരാനും മാൽപ്പയും കുടുംബത്തെയും ആ ഒരു സംഭവം മുഖേന അറിയാനും സാധിച്ചതും ആ മക്കളെക്കുറിച്ച് അറിയാൻ സാധിച്ചതും ഈ ഒരു ദിവസത്തിൽ നമ്മൾ ഈ ഒരു വർഷം തികയുമ്പോൾ ഇത് വീട്ടിൽ വന്നിട്ടുള്ളതാണ്. ചേച്ചിയാണ് കൂടെ ഉള്ളത്, മക്കളൊക്കെ അകത്തുണ്ട്. കാർത്തികൻ്റെയും അതുപോലെ തന്നെ അഭിരാമിയുടെയൊക്കെ വിശേഷങ്ങളൊക്കെ ചോദിക്കാൻ കാണാം. നിങ്ങളെല്ലാവരും ആഗ്രഹിച്ച പോലെ തന്നെ മക്കളെ നിങ്ങൾക്കൊന്ന് കാണിക്കാം. എല്ലാം കൊണ്ടും വളരെ സന്തോഷത്തിലാണ് അവളൊരു കുടുംബം. ഏതായാലും പഴയ എല്ലാവരും ഇപ്പൊ മുമ്പ് കിടന്ന് ഇപ്പൊ എണീറ്റ് നടക്കൂല്ലോ അല്ലേ, പിടിച്ചിരിക്കുകയൊക്കെ ചെയ്യും. രാമി ഇവിടെ ഇരിക്ക്. ആ ഇതെന്താ നോക്ക്, വേണ്ട വാങ്ങൂല. നമ്മളിപ്പോ മാൽപ്പന്റെ വീട്ടിലാണുള്ളത് കേട്ടോ. മക്കളിത് രണ്ടാളുണ്ട്. നമ്മള് മനാഫിനോടൊന്നും എത്ര നന്ദി പറഞ്ഞാലും നമുക്ക് മതിയാവില്ല കേട്ടോ. കാരണം ഈ മക്കളെ ഏറ്റെടുത്തിട്ട് 24 ഇവരൊക്കെ സംസാരിച്ച് അവിടെ ചികിത്സ കൊണ്ടുവന്ന് ഇന്ന് ഈ ഒരു രീതിയിൽ അല്ലേ, ഒരുപാട് അല്ലേ, എന്താ പറയാനുള്ള ഈ ഒരു നിമിഷത്തില് ബ്രാഹ്മി நல்லா இருக்கு. நம்ம முகத்துல ஃபுல் ஹாப்பியா இருக்கு. மால்பையும் ஹாப்பியா இருக்கு, ஈஸ்வர் மல்பனும் ஹாப்பியா இருக்கு. இப்ப நம்ம அம்மா அதுனா ബ്രാഹ്മി അമ്മ അത് നമ്മൾ എല്ലാവരും ഹാപ്പിയാണ്. കുടുംബത്തിലെ എല്ലാരും ഹാപ്പി ആയിരിക്കും. അമ്മനെ കാണില്ല. ബ്രാഹ്മി ഒന്ന് താഴെ ഇറങ്ങിന്നേ, ഒന്ന് താഴോട്ട് ഇറങ്ങിന്നേ. ഇപ്പൊ പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലാവും. ഭക്ഷണമൊക്കെ കഴിക്കും. കാർത്തികനാണ് പ്രശ്നമുള്ളത്. കാർത്തിക പർവ്വമില്ല, ഭക്ഷണം എല്ലാം കഴിക്കൂ. മെഡിസിൻ കഴിക്കാൻ മെഡിസിൻ വേണ്ട. എന്താ കേരള ആൾക്കാർ വേണ്ട കേരള. പിന്നെ എന്താ കേരളക്കാരോട് ഇപ്പൊ പറയാനുള്ള ഈ ഒരു വർഷം തികയുമ്പോ ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ ആവുമ്പോ ഈ കേരളക്കാരോട് എന്നെ சொல்லணும் ഇപ്പൊ? അവർക്കും സന്തോഷം இந்த மாதிரி இருக்கல்ல. இப்ப ஃபர்ஸ்ட்ல ஒண்ணுமே இல்ல, இப்ப நல்லா இருக்கல்ல. ചുമ്മാ മട്ടും തൂങ്ങിയിട്ട് അങ്ങനെ തൂങ്ങിയിരുന്നില്ലേ, കിടക്ക മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ. പക്ഷെ അതിനൊക്കെ മാറ്റം വന്നിട്ട് ഇന്ന് ഈ ഒരു രീതിയിൽ എത്തിയിട്ടുണ്ട്. പുലാമന്തോളിലെ ആ ഒരു ചികിത്സയും അതുപോലെ തന്നെ നമ്മൾ ഓപ്പറേഷൻകാരനാണ് പിന്നെ മൈത്രോ ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റേണ്ടി വന്നിട്ടുള്ളത്. പിന്നെ ആയുർവേദ ചികിത്സയിലൂടെ 21 ദിവസത്തെ ആയുർവേദ ചികിത്സ. പിന്നീട് തിരുപ്പി അങ്ങോട്ട് പോയോ? ഇല്ലല്ലോ, 2 വാട്ടി പോയിട്ട് വന്നു. നവംബറിൽ പോകും. മനാഫ്ക്ക് വന്നിരുന്നോ? മനാഫ് 3 days ആയി ഇങ്ങ വന്നു പോയിട്ടില്ല, വീട്ടിക്ക് വന്നു. മനാഫ് വന്ന് ബ്രാഹ്മി കാർത്തിക് മാൽപ്പയോട് എല്ലാം സംസാരിച്ചൊക്കെ പോയി അല്ലേ. ഹാപ്പി അല്ലേ ഇപ്പൊ? ഈ ഒരു ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും നമ്മൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. ഇന്ന് പലവട്ടം ഇങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ഇപ്പോഴാണ് വരാൻ പറ്റിയിട്ടുള്ളത്. ഈ ഒരു 1-ാം വാർഷികത്തിൽ ഒരു വർഷം തികയണ സമയത്താണ്. എന്തായാലും ആ ഒരു സംഭവത്തിനും ആ ഒരു സംഭവത്തിൻ്റെ കാരണത്താൽ നമുക്ക് ഈ മാൽപ്പേനെക്കുറിച്ചും ഈ നാടിനെക്കുറിച്ചും മക്കളെക്കുറിച്ചൊക്കെ കാണാൻ പറ്റി. ഈ ഒരു നിമിഷത്തിൽ അതൊക്കെ ഓർത്തെടുക്കുകയാണ് ചെയ്യണത്. കാരണം വളരെയധികം നമ്മളെ നാടിനൊക്കെ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു നാടിനൊക്കെ വേണ്ടിയിട്ട് നമ്മളെ നാട് കരഞ്ഞിട്ടുള്ള പ്രാർത്ഥിച്ചിട്ടുള്ള മുഹൂർത്തങ്ങളായിരുന്നു. അറിയാം, കേരളക്കാർക്ക് എല്ലാവർക്കും അറിയാം, ഈ മക്കൾക്ക് വേണ്ടിയിട്ട് ആയിരക്കണക്കിന് ആളുകൾ പ്രാർത്ഥന നടത്തിയിട്ടുണ്ടായിരുന്ന ഒരു അവസരമൊക്കെ ഉണ്ടായിരുന്നു. നമ്മളെ ആ ഒരു ദൗത്യം കഴിഞ്ഞിട്ട് മാൽപ്പനെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഈ 16-ാം തീയതി ഇന്നേക്ക് ഒരു വർഷം തികയാണ്. അതായത് ആരാരുമല്ലാത്ത നമ്മളെ കേരളത്തിലെ അർജുൻ്റെ ബോഡി കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവരും, അതായത് മിലിറ്ററിയും അല്ലെങ്കിൽ നാട് മുഴുവൻ നടുങ്ങി നിന്ന സമയത്തും ആ ഒരു ഗംഗാവലി പുഴയിൽ മുങ്ങാൻ വേണ്ടിയിട്ട് തയ്യാറായിട്ടുള്ള ഈശ്വർ മാൽപ്പേൻ്റെ വീട്ടിലാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ ശേഷമാണ് കേരളം ഈശ്വർ മാൽപ്പനെ അറിയാൻ തുടങ്ങിയിട്ടുള്ളത്. ആ 100 കണക്കിന് ബോഡികളും അതുപോലെ തന്നെ 100 കണക്കിന് ആളുകളെ വെള്ളത്തിൻ്റെ കടലിൻ്റെ ആഴങ്ങളിൽ നിന്നും അല്ലെങ്കിൽ പിന്നെ വെള്ളത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് രക്ഷിച്ചിട്ടുള്ള മനുഷ്യനായിരുന്നു ഈശ്വർ മാൽപ്പെ.
ഇപ്പോൾ ഇതാ നമ്മൾ അവരെ വീട്ടിൽ ഈ ഒരു 1-ാം വാർഷികത്തിൻ്റെ സമയത്ത് നമ്മളിങ്ങനെ ഈ ഒരു വീട്ടിലേക്ക് വന്നിട്ടുള്ളതാണ്. ഒരുപാട് ആളുകൾ ഈശ്വർ മാൽപ്പേൻ്റെ വിഷയം എന്താണ്, അല്ലെങ്കിൽ മക്കളെ വിശേഷം എന്താണ് മാനിക്കാന്ന് ചോദിച്ചിരുന്നു. നിർഭാഗ്യവശാൽ ഈശ്വർ മാൽപ്പ ഇപ്പോൾ എന്താ എവിടെ പോയത്? ഒരു അപകടം നടന്നിട്ടില്ല, ഒരു ബോഡി ഉണ്ടല്ലേ, അങ്ങനെ ബോഡി എടുക്കാൻ വേണ്ടി അത്യാവശ്യമായിട്ട് ഇവിടുന്ന് പോയതാണ്. ചെറിയൊരു കുഞ്ഞു വീട് കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. എന്താ പറയുക, നൂറുകണക്കിന് അവാർഡുകളും അതുപോലെ തന്നെ നിങ്ങൾക്ക് മൊമെൻറ്റോസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആരൊക്കെയോ സമ്മാനിച്ചതാവും. അതുപോലെ തന്നെ വേറൊരു കാര്യം കൂടിയും പറയാനുള്ളത്, നമുക്ക് ആ ഒരു സമയത്ത് നിങ്ങളൊക്കെ മനാഫിനെ ഒക്കെ ഓർക്കുന്നുണ്ടാവും. മനാഫും 24 ഒക്കെ കൂടിയിട്ടാണ് നമുക്ക് കേരളത്തിൽ മനാഫിൻ്റെ നേതൃത്വത്തിൽ മനാഫ് മുൻകൈ എടുത്തിട്ടാണ് ആ ഒരു ചികിത്സ കാര്യങ്ങളൊക്കെ മൈത്ര ഹോസ്പിറ്റലിലും അത് കഴിഞ്ഞിട്ട് പുലാമന്തോളിലല്ലേ, പുലാമന്തോളി എത്ര ദിവസം നിന്നവിടെ? 21 days ഒരു വാട്ടി. അപ്പൊ കളിഞ്ചി 3 months കളിഞ്ചി 14 days രണ്ട് വാട്ടി ട്രീറ്റ്മെന്റ് பண்ணிட்டு വന്നത്. മലയാളം ചെറിയ സംസാരിക്കാൻ നമ്മൾ പറയുന്നത് മനസ്സിലാവുന്നുണ്ട് ചേച്ചിന്. നിങ്ങൾ ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ടാവും ഒരുപാട് ആളുകൾ. നിങ്ങളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഈ വീഡിയോ ഇന്ന് കാണുന്ന ഓരോരുത്തരും ഈ മക്കൾക്ക് വേണ്ടിയിട്ട് മനാഫിനൊക്കെ വേണ്ടിയിട്ട് പ്രാർത്ഥന അർപ്പിച്ച്. നമുക്കറിയില്ല, കർണാടകയിലാണ്, ശിരൂരിൽ മാൽപ്പേ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. മാൽപ്പേ എന്ന് പറഞ്ഞ ഒരു ദ്വീപാണ് അല്ലേ, ഈശ്വർ എന്നാണ് പേര്. മാൽപ്പേ ആ ഒരു സ്ഥലത്തിന്റെ പേരും കൂടിയിട്ടാണ് ഈശ്വർ മാൽപ്പേ എന്ന് ആക്കിയിട്ടുള്ളത്. എല്ലാവർക്കും അറിയാം കഥകളൊക്കെ, എല്ലാവരും നമ്മളൊക്കെ കേട്ടതാണ്. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ 1-ാം വാർഷികത്തിന് നമുക്കിങ്ങനെ കാണേണ്ടി വന്നത്, കാരണം നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്യണമെന്നും മാൽപ്പേൻ്റെ മക്കളെ കാണണമെന്നും അത് ഈ ഒരു സമയത്താക്കാമെന്നും വിചാരിച്ച് ഇനി അടുത്ത ശിരൂരിലേക്ക് നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. ശിരൂരിലെ ഒരു ഗംഗാവലി പുഴയും ഇതൊരു മാസം തികയുമ്പോൾ നമ്മൾക്ക് ആ ഒരു വേർപാട് കേരളം മൊത്തം ഒന്നടങ്കം കണ്ണീരിലായിട്ട് 72 ദിവസത്തോളം നമ്മൾ സഹോദരന് വേണ്ടിയിട്ട് കാത്തിരുന്ന ദിവസങ്ങളായിരുന്നു. നമ്മളെ 72 ദിവസം നമ്മളെ കേരളത്തിലെ ഓരോ എന്താ പറയുക പ്രായഭേദ രാഷ്ട്രീയ വർഗഭേദമന്യേ ആണ് പെണ്ണ് കുട്ടികളെന്ന് കണക്കില്ലാതെ എല്ലാവരും പ്രാർത്ഥനയിൽ ഓരോ ദിവസവും ടി വിക്ക് മുന്നിൽ, മൊബൈലിൻ്റെ മുന്നിൽ, യൂട്യൂബിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും കാത്തിരുന്ന ദിവസങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം അത് കണ്ടെത്തി ഇന്നേക്ക് ഈ ഒരു സംഭവം നടത്തിയിട്ട് ജൂലൈ 16 രാവിലെ 8:14 ഈ ഒരു സംഭവം ശിരൂരിൽ നടക്കുന്നത്. അതിനുശേഷമാണ് ഇങ്ങനെ തെരച്ചിലും കാര്യങ്ങളും നമ്മൾ മാൽപ്പേനെ അറിയാൻ സാധിച്ചത്. അതിൻ്റെ കൂടെ തന്നെ മനാഫ് ഖാനെയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുക. ഇന്ന് മാൽപ്പേൻ്റെ ഈ ഒരു കൊച്ചു ഗ്രാമമായിട്ടുള്ള മാൽപ്പയിൽ ഈ ഒരു കുഞ്ഞു വീട്ടിലാണുള്ളത്. മക്കളൊക്കെ മോള് ഏകദേശം അന്നത്തേലാറെ നടക്കാനും അല്ലെങ്കിൽ ഒന്ന് പിടിച്ചിരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആയുർവേദ ചികിത്സ അല്ലേ, ബ്രാഹ്മി നല്ലായിരിക്കും. കാർത്തിക് അവന് മെഡിസിനെ കളിക്കുന്നില്ലേ, നമ്മ എന്ന പண்றது, അവൻ മെഡിസിനെ സാപ്പിടില്ല. ഇത് നമ്മളിപ്പോ ചെറിയ സ്വീറ്റ് ഒക്കെ കൊണ്ടുവന്നതിന് പക്ഷേ അതൊന്നും വാങ്ങണില്ല. മോളിസ് വേണ്ട വേണ്ട മാൽപ്പേനെ കാണാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. കാണുകയാണെങ്കിൽ ഏതായാലും മനാഫ്ക്കും മാൽപ്പയൊക്കെ കണ്ടുമുട്ടിയിട്ടുണ്ടായിരുന്നു. ന്യൂസുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ഓർക്കണുണ്ടോയെന്ന് അറിയില്ല. ഈ ഒരു ദിവസത്തെ മറക്കാനാവാത്ത ദിവസങ്ങളായിരുന്നു. അതിൻ്റെ തുടക്കം ആ ഒരു അപകടം നടന്നിട്ടില്ലേ, ഇൻസിഡൻറ്റ് നടന്നിട്ടില്ലേ, നമ്മളൊക്കെ എന്താ പറയുക സങ്കടപ്പെടുത്തിയിട്ടുള്ള ആ ഒരു ദിവസത്തിലാണ് നമ്മളിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഏതായാലും ഇവിടെ വരാൻ പറ്റിയില്ലെങ്കിൽ ഒരുപാട് സന്തോഷമുണ്ട്. മോള് വളരെ ഹാപ്പിയാണ്. എന്താ പറയുക, ബെറ്റർ ദാൻ ബിഫോർ. അപ്പം ആദ്യത്തിലാറ് ഒന്നുകൂടി മെച്ചപ്പെട്ടു. പക്ഷേ മോനാണ് കുറച്ച് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിട്ടുള്ളത്. കാർത്തി എടാ ഒരുപാട് ആളുകൾ കേട്ടോ, നിങ്ങൾക്ക് ഒരുപാട് ആളുകൾ നമുക്ക് കമൻറ്റ് മുഖേന മാൽപ്പേൻ്റെ മക്കളെ വിശേഷം എന്താണെന്നൊക്കെ ചോദിച്ചിരുന്നു. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ കാണാൻ ആഗ്രഹം എല്ലാവരുണ്ടാവും. ഇതിപ്പോൾ എന്തിനാ ഓർമ്മിപ്പിക്കണമെന്നുള്ളത് പറയുന്നവരുണ്ടാവും. പക്ഷേ എങ്കിലും കൂടിയിട്ട് നമുക്ക് കാണിക്കാതിരിക്കാൻ പറ്റില്ല. ഒരു ന്യൂസ് എന്ന നിലക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ നമ്മൾ ഈ ഒരു ഇതിൻ്റെ വീഡിയോസുകൾ ഈ ശിരൂര് സംഭവം കാര്യങ്ങളൊക്കെ നമ്മളെ വീഡിയോസ് വഴി ഒരുപാട് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ വീഡിയോ കണ്ടിരുന്നു. അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ദിവസത്തെ ഓർക്കണത്. ഏതായാലും ഇവിടെ വരാൻ പറ്റിയില്ലെങ്കിൽ ഒരുപാട് സന്തോഷം. ഓക്കെ.